ഗുഡ് മോർണിംഗ്. എൻ്റെ ലൈഫിൽ ചില ആൾക്കാരെ ഞാൻ മാറ്റി നിർത്തിയതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഹാപ്പിനെസ് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങിയത്. നമ്മൾ പല ആൾക്കാരുടെ ലൈഫിലും അങ്ങനെ തന്നെയായിരിക്കും. എല്ലാ ആൾക്കാരും നമ്മുടെ ലൈഫിൽ വരുന്നത് നമ്മളെ വളർത്താൻ മാത്രമല്ല, തളർത്താനായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. നമുക്കൊരു നല്ലത് ഉണ്ടാവരുത്, എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ കേൾക്കാതെ നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അങ്ങനത്തെ ടൈപ്പ് ഒത്തിരി ആൾക്കാരുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ് ആവാം, ഫ്രണ്ടാവാം, ഫാമിലി തന്നെ വളരെ അടുത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാവാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ പല ആൾക്കാരും റിലേഷൻഷിപ്പ് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കാതെ അങ്ങനെ പോയിക്കോട്ടെ എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ വെച്ച് നിൽക്കാറുണ്ട്. പക്ഷെ ഒരു ബന്ധമായതുകൊണ്ട് മാത്രം അതെപ്പോഴും ഹെൽത്തി ആയിരിക്കണം എന്നൊന്നുമില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ. ഇപ്പം സ്വന്തം മക്കളെ തന്നെ കൊല്ലുന്ന അച്ഛനും അമ്മയുണ്ട്, പീഡിപ്പിക്കുന്ന അച്ഛനും സ്വന്തം സഹോദരനുണ്ട്. അങ്ങനത്തെ ടൈപ്പൊക്കെ ആൾക്കാർ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ സ്ഥാനം നോക്കിയിട്ട് മാത്രമല്ല നമ്മൾ അവരെ ബഹുമാനിക്കേണ്ടത്. അവരുടെ പെരുമാറ്റം നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്നും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ആൾക്കാരെ വിലയിരുത്താൻ വേണ്ടിയിട്ടും അവരോട് പെരുമാറാൻ വേണ്ടിയിട്ടും. ഇതിനേക്കാളൊക്കെ വലുത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റാണ്. നമുക്ക് കൊടുക്കുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു സമാധാനമുണ്ട്. നമ്മൾ വളർച്ച ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരെ വേണം നമ്മളെപ്പോഴും ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇത്തരത്തിലുള്ള ഒത്തിരി ആളുകളെ കണ്ടിട്ടുണ്ട്. മീൻസ് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതും നമ്മുടെ മുന്നിൽ ഇങ്ങനെ ആക്ട് ചെയ്ത് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്കിട്ട് തന്നെ നല്ല പണി തരുന്ന ഒത്തിരി പേരെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഞാൻ അവരെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്ത് അവരിങ്ങോട്ട് നമ്മളോട് കാണിക്കുന്ന ആ ഒരു രീതിക്ക് മാത്രം തിരിച്ച് ഇങ്ങോട്ട് ചിരിക്കുന്നുണ്ടോ, ഓക്കെ, അങ്ങോട്ടും ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇത് പറ്റും. നമ്മൾ അച്ഛനാണല്ലോ, അമ്മയാണല്ലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിലേറ്റീവ്സ്, മാമനാണല്ലോ, സഹോദരനാണല്ലോ, ഫ്രണ്ടാണല്ലോ, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും നമ്മുടെ ഒരു ഇത് കളയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഡെഫിനറ്റ്ലി നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു തുടങ്ങും.